আমি বলছি দেশ সংগঠন হিসেবে আমার আমার কাজ হলো কি বলতে কথা বলছি একদম মুখ সামনে কথা বলবা আপনি কি আপনি সিভিল মুখ সামনে কথা বলবা বলছি আপনি বলছেন না ফালতু কথা আপনি কথা বলবেন দেশ তুমি কে এখানে তুমি কে তুমি কে তুমি কে এখানে তুমি সীমান্তে কে তুমি কে এখানে এখানে দেশের কথা বলবে বিজেপি কথা তুমি কথা বলছো আমাদের জমি কি হইছে তুমি কে നിങ്ങൾ കണ്ട ഈ വീഡിയോ ഇന്നലെ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിൽ നടന്ന സംഭവമാണ്. എന്താണ് കാര്യമെന്നുള്ളതിൻ്റെ ഒരു ചുരുക്കം ഞാൻ ആദ്യം പറയാം. അതായത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ബോർഡർ നിർമ്മിക്കുകയാണ്. അതായത് കമ്പിവേലി ഫെൻസിങ് നിർമ്മിക്കുകയാണ്. ഫെൻസിങ് നിർമ്മിക്കുന്നതിന് മുന്നോടിയായിട്ട് ഏക്കർ കണക്കിന് ഭൂമിയാണ് ഏറ്റെടുത്ത് കേന്ദ്ര സർക്കാരിന് കൈമാറിയിട്ടുള്ളത് എന്നാണ്. ആദ്യം ഈ ഭൂമി കൈമാറാനായിട്ട് മമതാ ബാനർജി സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇവർ ഈ ഭൂമി കൈമാറാൻ തയ്യാറല്ല എന്നാണ് പറഞ്ഞത്. പകരം ഈ പറയുന്ന BSFനെ അവിടെ നിർത്തിയാൽ മതി എന്ന് പറഞ്ഞത്. കിലോമീറ്ററുകൾ 400 കിലോമീറ്റർ ദൂരത്തിൽ BSFുകാരെ നിരനിരയായിട്ട് നിർത്താനാണ് മമതാ ബാനർജി പറഞ്ഞത്. അവിടെ നിർത്തി അങ്ങനെ ആൾക്കാർ കടന്നു വരാതെ നോക്കിയാൽ പോരെയെന്ന്. അത് പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല. അത് മമതാ ബാനർജിക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ഇത് നടക്കരുത്, അവിടെ ഫെൻസിങ് വരരുത് എന്നുള്ളതുകൊണ്ടാണ് മമതാ ബാനർജി ഈ നിലപാട് എടുത്തത് എന്നാണ്. കാരണം അവർക്ക് സഹായിക്കേണ്ടത് ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരെയാണ് എന്നുള്ളത്. ഇപ്പോൾ സുവേന്ദു അധികാരി പശ്ചിമ ബംഗാളിൽ മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തിയപ്പോൾ തന്നെ ആദ്യമായി ഉത്തരവിട്ടത് ഈ ഭൂമി ഏറ്റെടുത്ത BSFന് കൈമാറാനും അവിടെ അടിയന്തരമായി തന്നെ ഫെൻസിങ് നിർമ്മിക്കാനുമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഫെൻസിങ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ത്വരിതഗതിയിലാണ് അവിടുത്തെ ജോലികളൊക്കെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ജോലികളൊക്കെ നടക്കുന്നു. അതിൻ്റെ തുടക്കം കുറിച്ചു. ആദ്യം കൃത്യമായ ഓരോ സ്ഥലങ്ങളും അടയാളപ്പെടുത്തി അതിൻ്റെ ഡിജിറ്റൽ സർവേകളും കാര്യങ്ങളുമൊക്കെ നടന്നു. അതിന് ശേഷം നമ്മുടെ റവന്യൂ ഉദ്യോഗസ്ഥർ, ആ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, BSFൻ്റെ ഉദ്യോഗസ്ഥർ, കൂടാതെ സർവേ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർ, കോൺട്രാക്ടർമാർ, ഇവരെ എല്ലാം കൂട്ടി ഉദ്യോഗസ്ഥർ ഈ മേഖലയിലേക്ക് ചെല്ലുന്നു. അപ്പോൾ ഉണ്ടായ സംഭവമാണ് നിങ്ങൾ ഇപ്പോൾ ആദ്യം കാണിച്ച വീഡിയോയിൽ നിങ്ങൾ കണ്ടത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പ്രദേശമെന്ന് പറയുന്നത് പട്ഗ്രാം, ബംഗ്ലാദേശിൻ്റെ കൂച്ച് ബിഹാറിലുള്ള പട്ഗ്രാം എന്ന് പറയുന്ന സ്ഥലത്തെ ലാർ മോനർഹാട്ട് എന്ന് പറയുന്ന പ്രദേശത്ത് ഉദ്യോഗസ്ഥർ ചെല്ലുന്നു. അതിർത്തി മേഖലയിൽ അന്താരാഷ്ട്ര ബോർഡറാണ്. അവിടെ ചെല്ലുമ്പോൾ ബംഗ്ലാദേശ് ബോർഡർ ഗാർഡ്സ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന നമ്മുടെ BSFന് തുല്യമായിട്ടുള്ള അവരുടെ അതിർത്തി രക്ഷാസേനയിലെ ആൾക്കാർ വന്നിട്ട് ആക്രോശിക്കുകയാണ്. നിങ്ങളിവിടെ വരാൻ പാടില്ല, ഇത് അതിർത്തി മേഖലയാണ്, നിങ്ങളിവിടെ എത്താൻ പാടില്ല. അവർ പറയുന്നു ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ വന്നതാണ്, അതിർത്തി നിർമ്മിക്കുന്നതിന് വേണ്ടി വന്നത്, ഒരു കാരണവശാലും നിങ്ങളിവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഉദ്യോഗസ്ഥർക്ക് നേരെ, നമ്മളുടെ മണ്ണിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥരാണ്, അവർക്ക് നേരെ ആക്രോശിക്കുകയാണ് ഈ ബംഗ്ലാദേശിൻ്റെ ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് ചെയ്യുന്നത്. അപ്പോൾ വലിയ പ്രശ്നമുണ്ടായി. നമ്മുടെ ആൾക്കാരെ തടസ്സപ്പെടുത്തി, അവിടെ നിങ്ങൾ അളക്കാൻ പാടില്ല, നിങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഒരു തരത്തിലുള്ള പ്രവർത്തികൾ ഇവിടെ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് നേരെ, നമ്മുടെ രാജ്യത്തിനകത്ത് നിൽക്കുന്നവർ, നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ ഈ പറയുന്ന ബോർഡർ ഗാർഡ് ബംഗ്ലാദേശികൾ കിടന്ന് ബഹളം വയ്ക്കുകയാണ്. അങ്ങനെ ഇന്നലെ അവിടുത്തെ സർവേ പരിപാടികളും അവിടുത്തെ ഭൂമി അളക്കുന്നത് തിരിച്ച് അവിടെ ഈ പില്ലർ നാട്ടുന്നതുമായിട്ടുള്ള പരിപാടികളെല്ലാം ജോലികളെല്ലാം തന്നെ തടസ്സപ്പെടുകയാണ്. അങ്ങനെ തടസ്സപ്പെട്ടു. നമുക്ക് അത് വലിയ പ്രശ്നമുണ്ടാക്കുമെന്ന് നമ്മുടെ ഉദ്യോഗസ്ഥർക്കറിയാം. ഇതിങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നറിയാം. ഇതിനു മുൻപ് ഈ പറയുന്ന ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് BGB, ഈ BGBക്കാർ മുമ്പ് ചെയ്ത ഒരു പരിപാടി ഉണ്ടായിരുന്നു. അവരെന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, നമ്മളുടെ അതിർത്തി മേഖലയുണ്ടല്ലോ, നമ്മുടെ ഈ ചിക്കൻ നെക്ക് എന്ന് പറയുന്ന സിലിഗുരി കോറിഡോറിൻ്റെ പ്രദേശം, ആ പ്രദേശത്ത് ബംഗ്ലാദേശിൻ്റെ അതിർത്തിക്കകത്ത് ചൈനയിൽ നിന്നുള്ള കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്ന് അവർ നമ്മളുടെ അതിർത്തിയും കാര്യങ്ങളുമൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം, മറ്റൊരു രാജ്യത്തിൻ്റെ പരമാധികാര പ്രദേശത്തേക്ക് ഇതാണ് ഇന്ത്യയും ഞങ്ങളും തമ്മിൽ അതിർത്തി പങ്കിടുന്ന പ്രദേശം, ഇവിടെയാണ് അവർ കാവൽ നിൽക്കുന്നത്, കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് നദി ഒഴുകുന്ന പ്രദേശത്തിന് അപ്പുറത്ത് വന്നു നിന്നിട്ട് നമ്മളുടെ അതിർത്തിയിലേക്ക് ചൈനക്കാരെ കാണിച്ചു കൊടുക്കുകയാണ്. ഇത്തരം പ്രവൃത്തി ചെയ്യുന്നവരാണ് ഈ ബംഗ്ലാദേശിൻ്റെ ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന വിഭാഗം. അവർ ഈ പ്രവൃത്തി ചെയ്യുക മാത്രവുമല്ല, ഈ നുഴഞ്ഞുകയറ്റക്കാരെ കടത്തിവിടാനും പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികളെ ഇന്ത്യയിലേക്ക് കയറ്റിവിടാനും ഒക്കെ സഹായം ചെയ്യുന്നവരാണ്. ഇത്തരത്തിലുള്ള പരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ ബോർഡർ ഗാർഡ് ബംഗ്ലാദേശികളുടെ വീര്യത്തെ ഇപ്പോൾ വന്ന് ഈ ക്ഷോഭിക്കുകയും നമുക്കെതിരെ ഈ അതിർത്തി നിർമ്മിക്കാൻ വന്നവരെയൊക്കെ, ഇല്ലെങ്കിൽ ഫെൻസിങ് ചെയ്യാൻ വന്നവരെയൊക്കെ തടയുകയൊക്കെ ചെയ്തല്ലോ. ഇവരുടെ മുൻപത്തെ കാര്യം എന്താണെന്നറിയാം, ഒരിക്കൽ നമ്മുടെ ഒരു BSF ഭടൻ ഇങ്ങോട്ട് നമ്മുടെ അതിർത്തിക്കുള്ളിലേക്ക് കടന്നു വന്ന കുറേ കന്നുകാലികളെയും ഒക്കെ തുരത്തി ഓടിക്കുന്ന ഒരു ജോലിയിൽ ഏർപ്പെട്ടു.
അപ്പോൾ ഈ കന്നുകാലികളെ ഇതിൻ്റെ കൂടെ വന്ന ആൾക്കാരെയൊക്കെ തിരിച്ച് ബംഗ്ലാദേശിൽ അയക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇയാൾ അറിയാതെ അതിർത്തി കടന്നുപോയി. അതിർത്തി കടന്നുപോയപ്പോൾ ഈ ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് ഇയാളെ പിടിച്ചു വെച്ചു. നമ്മുടെ ഈ പറയുന്ന BSF കോൺസ്റ്റബിളിനെ പിടിച്ചു വെച്ചു. അപ്പോൾ പിടിച്ചു നോക്കിയപ്പോൾ നമ്മുടെ സൈനികനെ കാണാനില്ല. നമ്മുടെ BSF ഇടപെട്ടിട്ട് അവരോട് പറഞ്ഞു, ഞങ്ങളുടെ സൈനികനെ വിട്ടു തന്നോണം എന്ന് പറഞ്ഞു. അധികം വൈകിയില്ല. ഒരു തരത്തിലുള്ള ഉപദ്രവവും ഏൽപ്പിക്കാതെ വളരെ ശാന്തരായി ഈ BGBക്കാർ നമ്മളുടെ BSF ഭടനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് വിട്ടതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ വിടാതിരുന്നാൽ എന്ത് സംഭവിക്കും, അതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കുമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇന്നലെ ചെയ്തതിൻ്റെ പ്രവൃത്തിയുടെ പ്രത്യാഘാതവും എന്തായിരിക്കുമെന്ന് അവർക്കറിയാം. അതിപ്പോൾ കാണിക്കുന്ന ഈ വീഡിയോയിൽ ഒന്ന് കണ്ടു നോക്കൂ. എന്താണ് സംഭവിച്ചതെന്നല്ലേ, ഈ മേഖലയിൽ ഈ BSFകാർ കൃത്യമായിട്ടുള്ള പ്രവർത്തനം നടത്തിയിരിക്കുന്നു. നമ്മുടെ BSF അവിടെ ഈ BGBക്കാർ വന്നിട്ട് നമ്മുടെ ഉദ്യോഗസ്ഥരെ ആക്രോശിച്ചു. അവരോട് ഇവിടെ നിങ്ങൾ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ബോർഡർ നിർമ്മിക്കുന്നതോ സർവേ നടത്തുന്നതുമായിട്ടുള്ള ഒരു പരിപാടി ഇവിടെ നടത്തരുത് എന്ന് പറഞ്ഞു. നമ്മുടെ ജോലിയെല്ലാം തന്നെ, ഈ ബോർഡർ നിർമ്മിക്കുന്ന ജോലിയെല്ലാം തന്നെ ഇവിടെ തടസ്സപ്പെടുത്തി. ആ തടസ്സപ്പെടുത്തിയ ജോലികൾ ഇന്ന് അതിലും ഭംഗിയായി, അതിലും കൂടുതൽ ഉദ്യോഗസ്ഥർ വന്ന് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എന്താണ് BSF ചെയ്തതെന്നല്ലേ, BSF കുറച്ച് സൈനികരെ അങ്ങോട്ടേക്ക് അയച്ചു. കൃത്യമായിട്ട് ലൈറ്റ് മെഷീൻ ഗണ്ണുകളും തോക്കുകളും ഒക്കെ ആയിട്ട് പൊസിഷൻ എടുത്തുകൊണ്ട് സൈനികർ നിൽക്കുന്ന ആ രംഗമാണ് നിങ്ങൾ കാണുന്നത്. അതായത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം കൃത്യമായി മോട്ടോറുകൾ, ഗണ്ണുകൾ, മെഷീൻ ഗണ്ണുകൾ ഇതെല്ലാം കൊണ്ട് സൈനികർ പൊസിഷൻ എടുത്തു. എന്നിട്ട് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തോ, ഒരുത്തനും അവിടെ നിന്ന് അനങ്ങില്ല, ഒരുത്തനും അവിടെ നിന്ന് വന്ന് നിങ്ങളുടെ ജോലി തടസ്സപ്പെടുത്തില്ല. അതിനുള്ള ധൈര്യം ഇനി ഒരു BGBക്കാരനും ഉണ്ടാകില്ല, ഒരു ബംഗ്ലാദേശ് ബോർഡർ ഉദ്യോഗസ്ഥനും ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പ് പറഞ്ഞിട്ട് BSF അവിടെ എത്തി. BSF മെഷീൻ ഗണ്ണുകളുമായിട്ട് BSFൻ്റെ ഉദ്യോഗസ്ഥർ നിന്നു. തൊട്ടടുത്തായിട്ട് അവരെ കവർ ചെയ്യാനായിട്ട് മറ്റ് സൈനികർ ഈ പറയുന്ന കവർ ചെയ്ത് നിന്നു. BGBക്കാരെല്ലാം പിന്മാറി. അവരവിടെ യാതൊരു പ്രശ്നവും നടക്കുന്നില്ല. ഇന്നിപ്പോൾ വളരെ സുഗമമായിട്ട് രാവിലെ മുതൽ, പുലർച്ചെ മുതൽ നമ്മുടെ സർവേ ഉദ്യോഗസ്ഥർ അവരുടെ ജോലി ചെയ്യുന്നു. ബോർഡർ മേഖലയിലെ ഈ പറയുന്ന ഫെൻസിങ് ജോലികൾക്ക് വേണ്ടിയിട്ടുള്ള പില്ലറുകൾ സ്ഥാപിക്കുന്നു. അവിടേക്ക് ഈ പറയുന്ന എന്ത് ചെയ്യുന്നു, ഫെൻസിങ് അധികം വൈകാതെ തന്നെ സ്ഥാപിക്കപ്പെടും. BSF സുരക്ഷ ഒരുക്കുകയാണ്. ഇപ്പോൾ ഈ ബോർഡർ ഗാർഡ് ബംഗ്ലാദേശിൻ്റെ ഒരു പരാതിയുമില്ല, അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല. കൃത്യമായ രീതിയിൽ ഇന്ത്യൻ അതിർത്തി രക്ഷാ സേന അവിടെ പരിപാടി നടത്തുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ബംഗ്ലാദേശ്. അത് ബംഗ്ലാദേശികൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ട് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് കൊട്ടു വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഏതെങ്കിലും തരത്തിലൊരു പ്രകോപനം അവിടെ സൃഷ്ടിക്കാൻ ഇവർ ശ്രമിച്ചാൽ അപ്പോൾ വെടിയാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇന്ത്യ വെടിവെക്കും. കാരണം അത്രയേറെ കരുത്തുള്ള ഒരു മുഖ്യമന്ത്രിയാണ് പശ്ചിമ ബംഗാൾ ഭരിക്കുന്നത്. അതിലേറെ കരുത്തുള്ള ഒരു ആഭ്യന്തരമന്ത്രിയാണ് BSFൻ്റെ തലപ്പത്തുള്ളത് എന്നതുകൂടി, അത് അമിത്ഷായാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് BSF അവിടെ എത്തിയിരിക്കുന്നത്. BGBക്കാർ, ബോർഡർ ഗാർഡ് ബംഗ്ലാദേശികളൊക്കെ വിറച്ച് നിൽക്കുകയാണ്. ഇന്ത്യക്കെതിരെ ഇനി അനങ്ങില്ല. അധികം വൈകാതെ നമ്മുടെ ബോർഡർ സുരക്ഷിതമാകും. ആ ബോർഡർ മേഖലയിൽ വലിയ കരുത്തോടുകൂടി നമ്മളുടെ BSF ജവാന്മാർ മാർച്ച് ചെയ്യും. ഒരു ബംഗ്ലാദേശിയും ഇനി നുഴഞ്ഞു കയറില്ല. കയറിയ ബംഗ്ലാദേശികളെ ഓരോരുത്തന്മാരെയായിട്ട് അടിച്ച് വെളിയിലേക്ക് ആക്കുന്നുമുണ്ട്.